കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കൊല്ലം ഓലയിൽ കടവ് പാലത്തിലെ വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി BJP. കോർപ്പറേഷനെതിരെ പാലത്തിലൂടെ ചൂട്ടുകെട്ട് കത്തിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. കൊല്ലം KSRTC സ്റ്റാൻഡ് മുതൽ ഓലയിൽ കടവ് വരെ അഷ്ടമുടിക്കായലിന് മുകളിലൂടെയുള്ള പാലത്തിലാണ് വഴിവിളക്കുകൾ പ്രകാശിക്കാത്തത്. പാലം ജനങ്ങൾക്കായി തുറന്നു നൽകിയെങ്കിലും ക്യാമറകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. ഇതോടെ രാത്രികാലങ്ങളിൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ഈയിടെയായി പാലത്തിൽ അപകടങ്ങളും തുടർക്കഥയാകുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിലാണ് BJPയുടെ പ്രതിഷേധം. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്നു. അതും ആ പയ്യൻ മരണപ്പെട്ടു. നമ്മൾ നിരവധി തവണ നമ്മൾ പറയാറുണ്ട്, പാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അനാശാസ്യം വരെ ഇവിടെ നടക്കുന്നുണ്ട്. അത് നേരത്തെ പോലീസുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് ആ പയ്യനെ മരിച്ച സമയത്ത് എടുക്കുമ്പോൾ കൊല്ലം മേയർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മേയറോട് തന്നെ അവർ പറഞ്ഞു, ലൈറ്റ് ഇല്ലാതെ ഇനി നീട്ടിക്കൊണ്ടു പോകരുത്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് MLA എന്തിനു വേണ്ടി ഈ മുറിയൻ പാലം ചെയ്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഓലയിൽ കടവിൽ നിന്നും പ്രതിഷേധ ജ്വാല തെളിയിച്ചായിരുന്നു തുടക്കം. പാലത്തിലെ വഴിവിളക്കുകൾ സ്ഥാപിച്ച തൂണുകളിൽ പ്രവർത്തകർ ചൂട്ടുകെട്ട് കത്തിച്ചു കെട്ടി. പ്രതിഷേധ സമരം BJP ജില്ലാ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ B. ശൈലജ ഉദ്ഘാടനം ചെയ്തു. BJP കൊല്ലം മണ്ഡലം പ്രസിഡന്റ് S. സൂരജ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KSRTCക്ക് സമീപം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ജനം, കൊല്ലം.